ധ്യാനത്തിനായിട്ട് ഇന്ന് ഏവൻഗേലിയോൻ ഭാഗമായി വായിച്ച വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ന് 1-ാം പാഠമായി വായിച്ച 2 രാജാക്കന്മാർ 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 2 ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഞാൻ ചെറിയൊരു ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നോട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 11:15 ആകുമ്പോഴത്തേക്ക് കുർബാന കഴിയുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇച്ചിരി നീണ്ടുപോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇന്ന് സഭയായി ചിന്തിക്കുന്ന ചിന്ത നവീകരണം, എ കോൾ ഫോർ റിന്യൂവൽ എന്നാണ്. റിഫർമേഷൻ, എ കോൾ ഫോർ റിന്യൂവൽ എന്നാണ്. നവീകരണം എന്നത് പുതുക്കപ്പെടാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട്, മാർത്തോമാ സഭ എന്നത് നവീകരിക്കപ്പെട്ട നവീകരണ സഭയാണെന്ന് പറയാറുണ്ട്. എന്താണ് നവീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലേ? എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്? നവീകരണം, റിഫർമേഷൻ, അതിനോട് ബന്ധപ്പെട്ട് 2 വാക്കുകൾ വേണമെങ്കിൽ ചേർത്ത് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. റെവല്യൂഷൻ, വിപ്ലവമല്ല റിഫർമേഷൻ എന്ന് പറയുന്നത്, അല്ലേ? വിപ്ലവം എന്നുള്ള വാക്ക്. പിന്നെ പറയാറുണ്ട് റിഫോംസ്, പരിഷ്കാരങ്ങൾ. അതല്ല നവീകരണം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നവീകരണം എന്ന് പറയുന്നത്? നമുക്കറിയാവുന്ന കാര്യങ്ങളാകാം. ഒരാൾ പറഞ്ഞത്, അച്ഛാ ഈ ആരാധനയിലെ കട്ട് ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ എന്തോ, ആരാധനയിൽ അച്ഛന്മാർ ആരാധനയിലെ എല്ലാ ഭാഗങ്ങളും സമയം നോക്കി ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാം മാറ്റുന്നതിൽ നിന്നും ആരാധനയുടെ പൂർണ്ണ അർത്ഥത്തിൽ ആരാധന നടത്തുന്നതാച്ചാ നവീകരണം. ഒരാൾ തമാശ രൂപേണ പറഞ്ഞതാണ്. ഇന്നെല്ലാം നമ്മൾ ടൈം ബൗണ്ടാണ്, അല്ലേ? ടൈം ബൗണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ നടക്കണം, ഏത് കാര്യവും അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും. ശരിയാണോ? നമ്മളെവിടെയെങ്കിലും പോയൊന്ന് ക്യൂ നിന്നാൽ നമ്മൾ അസ്വസ്ഥരാകും, അല്ലേ? ഇതിലേറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുന്നവരാരെന്നറിയാമോ? അമ്മാമ്മ നോക്കിയിട്ട് പറഞ്ഞ അച്ഛൻ തന്നെയാണ്, അല്ലേ? അച്ഛന്മാർ വലിയ അസ്വസ്ഥ. കാരണം അച്ഛന്മാർ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണും കാര്യങ്ങൾ പെട്ടെന്ന്. പക്ഷേ ക്യൂ നിന്ന ഉടനെ ഞങ്ങൾ അസ്വസ്ഥരാകും. കഴിഞ്ഞ ദിവസം എൻ്റെ മകളുടെ ലൈസൻസ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ രാവിലെ എന്നപ്പോൾ ടോക്കൺ എടുക്കണം. ഞങ്ങളിങ്ങനെ ക്യൂ നിൽക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി നോക്കി ആരെങ്കിലും പരിചയമുള്ളവരുണ്ടോ. കാരണം ക്യൂ നിന്നപ്പോഴത്തേക്ക് ഞാൻ, അല്ലേ, എല്ലാം പെട്ടെന്ന് നടക്കണം. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആരാധന, നമ്മുടെ ആത്മീയതയും എല്ലാം ടൈം ബൗണ്ടാക്കി, സമയത്തിൽ ഒതുക്കണം എല്ലാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ റൂട്ട്സ്, അടിവേരുകൾ നഷ്ടപ്പെട്ടു, കാമ്പ് നഷ്ടപ്പെട്ടു. ഇന്ന് ആരാധനയിലും സംഭവിക്കുന്നത് അതുതന്നെയാണ്. നവീകരണം എന്ന് പറയുന്നത് ഇതിനെയെല്ലാം നഷ്ടപ്പെടുത്തുന്നതല്ല, അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിലേക്ക് മടങ്ങി വരുന്നതാണ് നവീകരണം. ഇന്ന് 1-ാം പാഠമായി വായിച്ച 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം യോശിയാവ് എന്ന രാജാവിനെ പറ്റിയാണ് പറയുന്നത്, അല്ലേ? അദ്ദേഹം അവിടുത്തെ യെരുശലേം ദേവാലയം തകർന്നു നടന്ന് അതെല്ലാം പണിയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എന്ത് കിട്ടുന്നു? ന്യായപ്രമാണത്തിൻ്റെ പുസ്തകത്തെ കിട്ടുകയാണ്. അത് കിട്ടുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ യഹൂദ ജനത്തോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ബാൽ വിഗ്രഹങ്ങളുടെ ഈ ഉപകരണങ്ങൾ ഇതെല്ലാം മാറ്റിയിട്ട് കം ബാക്ക് ടു ദ റൂട്ട്സ്, കം ബാക്ക് ടു ദ ബേസിസ്. നിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ജനത്തോട് പറയുകയാണ്. ഈ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് ദൈവം നമ്മളോട് പറയുകയാണ്, നവീകരണം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്നതല്ല, അതിൻ്റെ അർത്ഥങ്ങളെ അറിഞ്ഞ് പുതുക്കപ്പെടുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ ആരാധനയിൽ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ടല്ലേ? ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഈ കാപ്പയ്ക്ക് ഒരർത്ഥമുണ്ടല്ലേ? ഞാനിട്ടിരിക്കുന്ന ഇതിന് പറയുന്ന പേര് എന്താണ് അറിയാമെന്നാരെങ്കിലും പറയാമോ? ഊറാറ എന്നാണ് പറയുന്നത്. എന്തിനാണ് ഞാനിതിട്ടിരിക്കുന്നത്? ഈ കാപ്പ ഞാൻ എന്തിനാണ് ഇട്ടിരിക്കുന്നത്, അല്ലേ? വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളൊന്ന് നമ്മളോട്, അവർ ആദ്യമായിട്ട് ഇതിനടുത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ ചോദിക്കും, എന്തിനാ ഈ അച്ഛനാ പുതിയ ഡ്രസ്സ് ഇട്ടേക്കുന്നത്? ഓ, അത് വെറുതെ ഇട്ടതാ, കാരണം നമുക്കിത് പറയാൻ. അപ്പോൾ ഉടനെ അടുത്ത സമീപനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് എന്താണെന്നറിയാം? ഇതങ്ങ്
ഒഴിവാക്കുക. അതില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ കുർബാനയാകത്തില്ലേ. ബട്ട് ദർ ഇസ് എ മീനിങ്, അതിൻ്റെ പിന്നിലൊരർത്ഥമുണ്ട് അല്ലേ. നാം വായിക്കുമ്പോൾ അറിയാം, അഹരോൻ യാഗപീഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നിൻ്റെ വസ്ത്രം കാലിൻ്റെ താഴോടുണ്ടാണ്, നിൻ്റെ നഗ്നത പ്രദർശിപ്പിക്കപ്പെടാൻ പാടില്ലാത്തത് കൊണ്ട് നീ ഇത് ധരിച്ചിരിക്കണം. എഫോദ് വായിച്ചിട്ടില്ലേ? പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട്. ധരിച്ചിരിക്കണം, അതിൻ്റെ അടയാളമാണ് അല്ലേ. ഇത് വാഴ്ത്തി നൽകുന്ന അതാണ്, ദൈവകൃപയിൽ ദൈവത്താൽ പൊതിയപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവർ, ഇതിനെല്ലാം ഓരോ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ഇതെല്ലാം വേണമെന്ന് തോന്നുന്നത്, നമ്മളെ തന്നെ അത് നമുക്ക് പുതുക്കം തരുന്നത് അല്ലേ. അതാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നവീകരണം എന്ന് പറയുന്നത് പുറമേയുള്ളതായ മിനുക്കു പണികളല്ല. അതാണ് പറയാൻ ശ്രമിച്ചത്. ആഴങ്ങളിൽ മാറ്റമുണ്ടായി അറിഞ്ഞ് അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പുതുക്കമാണ് നവീകരണം. യോശിയാവ് രാജാവ് ഇത് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ പറയുന്നത് അദ്ദേഹം കരഞ്ഞുപോയി എന്നാണ് അല്ലേ. കരഞ്ഞുപോയി, അർത്ഥങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുപോയി. അതറിയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സമൂലമായ മാറ്റമാണ് നവീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഈ നവീകരണം എന്നത് ഒരിക്കൽ സംഭവിക്കുന്നതല്ല. ഒരിക്കൽ സംഭവിക്കുന്നതാണോ അല്ലേ? ഇത് അനുദിനം ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ കാര്യമാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ പുതുതാക്കുക എന്ന, അല്ലെങ്കിൽ വലിയ പുതുതാക്കപ്പെടുന്നതായ ഒരു അനുഭവമാണ്. റീഫോം ചെയ്യുകയാണ്, പുതിയൊരു രൂപം നമുക്ക് തരികയാണ്. ചിലപ്പോഴെങ്കിലും പറയും, ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് പള്ളിയുടെ പുറമൊക്കെ ഒന്ന് അടിച്ച് അങ്ങ് ഇടാച്ച, പൈസ ഒന്നും കളയണ്ട, പുറമൊക്കെ ഒന്ന്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും വീടിൻ്റെ പുറമൊക്കെ അഴുക്കായ ഭാവമൊക്കെ ഒന്ന്. അങ്ങനെയുള്ള പുറം മിനുക്കലല്ല ഈ നവീകരണം എന്ന് പറയുന്നത്. നിൻ്റെ ഉള്ളിലുള്ളതായ മാറ്റമാണ്. ഈ ഉള്ളിലുള്ള മാറ്റമാണ് പ്രിയമുള്ളവരെ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ മുഴുവൻ ഉള്ളിലൊരു മാറ്റം വരുമ്പോൾ എൻ്റെ വാക്ക് ശരിയാവും അല്ലേ. അതിനി അച്ഛനായാലും നിങ്ങളായാലും അല്ലേ, ഞാനായാലും നിങ്ങളായാലും, എൻ്റെ ഉള്ളിലൊരു മാറ്റം വന്നില്ലെങ്കിൽ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ മുറിവേൽപ്പിക്കുന്ന വാക്കുകളൊക്കെ ആയിപ്പോവും അല്ലേ. എന്നാൽ എൻ്റെ ഉള്ളിലുള്ള വാക്ക് അല്ലെങ്കിൽ മാറ്റം പൂർണ്ണതയുള്ളതാണെങ്കിൽ എൻ്റെ വാക്ക് നല്ലതാവും, എൻ്റെ പ്രവൃത്തി നല്ലതാവും, എൻ്റെ നടപ്പ് നല്ലതാവും. സോ ഉണ്മ മാറുന്ന അനുഭവമാണ്, ഉണ്മ മാറുന്ന രൂപപ്പെടുന്ന അനുഭവമാണ് നവീകരണം എന്ന് പറയുന്നത്. 3 ചിന്തകളാണ് വേഗത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന്, നവീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം സ്വീകരിച്ച് പുതിയ ദർശനത്തിലേക്ക് ഉയരുന്ന അനുഭവം. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആരാധന നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? ആരാധന നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. കർത്താവ് ഇവിടെ പറയാൻ ശ്രമിച്ച അതാണ്, പഴയ തുണികളോട് പുതിയത് ചേർത്ത് വച്ചിരുന്നതല്ല പുതുക്കം എന്ന് പറയുന്നത്. നവീകരണം എന്ന് പറയുന്നത് പുതുതായി തീരുന്ന അനുഭവം, പുതിയ വസ്ത്രമായി തീരുന്ന അനുഭവമാണ്. ആരാധന ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോൾ, ആരാധന നമ്മളോട് സംസാരിക്കാറുണ്ട്. എങ്ങനെയാണ്? ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ അറിയാം. ഇന്ന് നമ്മൾ പറഞ്ഞു, ദൈവമേ നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ എന്ന് കൗമ ചൊല്ലുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഞാനെന്നറിയാമോ? ദൈവമേ നീ പരിശുദ്ധനാണെങ്കിൽ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യനൊന്നാവും? അല്ല. അത് തിരിച്ചറിയുന്നതാണ് ആരാധന. ആരാധന നമ്മളോട് സംസാരിക്കാറുണ്ട്. പ്രോമിയോൻ സെതറ പ്രാർത്ഥനകൾ നമ്മളോട് സംസാരിക്കാറുണ്ട് അല്ലേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനുമുള്ള പ്രാർത്ഥന അല്ലേ, അത് നമ്മളോട് സംസാരിക്കും. ഓരോ വാചകങ്ങളും നമ്മളോട് സംസാരിക്കുകയാണ്. ഇതുപോലെ ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ പുതിയ ദർശനത്തെ ഉളവാക്കുന്നതാകണം. അതാണ് നവീകരണം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് വായിച്ച 1-ാം പാഠമായി വായിച്ച യോശിയാവിൻ്റെ ആ രാജാവിൻ്റെ 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. ബാലിൻ്റെ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്നൊരു ജനമായി ആര് മാറി? അവിടെ പ്രതിഷ്ഠകളായി. അപ്പോൾ യോശിയാവ് രാജാവ് സങ്കടപ്പെടുകയാണ്. എങ്ങനെയാണ് സങ്കടപ്പെടാൻ കാരണം?
23-ാം അധ്യായം വായിക്കുമ്പോൾ, അതിൻ്റെ പ്രത്യേകിച്ച് 22-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 13-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട്. 22:13. സമയമില്ലാത്തതുകൊണ്ടാണ് വായിക്കാതെ പോകുന്നത്. ഓക്കെ, നിങ്ങൾ എഴുതി വെച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ പറയുന്നുണ്ട്, ഈ ദൈവാലയം പണിയാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് കത്തിക്കരിഞ്ഞതായ ഒരു ന്യായപ്രമാണത്തിൻ്റെ പുസ്തകം കിട്ടുകയാണ്. അത് അവരോട് സംസാരിക്കുന്നു. യോശിയാ രാജാവ് ഇത് വായിക്കുമ്പോൾ അത് അവരോട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറഞ്ഞത്, വേദപുസ്തകം എന്ന് പറയുന്നത് ദ ബുക്ക് ദാറ്റ് റീഡ്സ് മീ എന്നാണ് പറയുന്നത്. ഈ വേദപുസ്തകം എന്ന് പറയുന്നത് അത് എന്നെ വായിക്കുന്ന പുസ്തകമാണ്. ഇവിടെ ഇതാ ന്യായപ്രമാണത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഉള്ളിൽ കുത്തുകൊള്ളുന്നതായ യോശിയാവ്, ജനം, പുരോഹിതൻ, അവർ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ഇത് മറന്നുപോയി. അല്ലേ? 13-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ. അല്ലേ? അവിടെ എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ഇത് മറന്നുപോയി. അതുകൊണ്ട് നവീകരണം എന്ന് പറയുന്നത് ഉള്ളിൽ ഇൻസൈറ്റ്, പുതിയ ദർശനം ലഭിക്കുന്നതായ അനുഭവമാണ്. 2, നവീകരണം എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ ആവശ്യകത തിരിച്ചറിയുന്നതായ അനുഭവമാണ്. റെക്കഗ്നൈസിങ് ദ നീഡ് ഓഫ് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടായാൽ മാത്രം പോരാ, എനിക്കൊരു മാറ്റം ആവശ്യമാണ് എന്ന് പറയുന്നതായ അനുഭവമാണ്. അവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഉപമ, 2 ഉപമയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് തുണിക്കണ്ടം അല്ലെങ്കിൽ തുണിയുടെ ഉപമ, പഴയ തുണിയും പുതിയ തുണിയും. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നതായ ഒരു ഉപമ എന്ന് പറയുന്നത് എന്താണ്? വീഞ്ഞ് തുരുത്തി എന്നുള്ളതാണ്. അവിടെ പറയുന്നത് അങ്ങനെയാണ്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ഒഴിച്ചു വെക്കാൻ പറ്റത്തില്ല. ഒഴിച്ചു വെച്ചാൽ എന്ത് എന്നറിയാമോ? ഇത് പൊളിഞ്ഞു പോകും. അല്ലേ? അതുകൊണ്ട് ഈ ഭാഗം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നീ പഴയ വാശികളും നിൻ്റെ പഴയ കാഴ്ചപ്പാടുകളും പഴയ നിൻ്റെ ജീവിതത്തിൻ്റെ രീതിയും പുലർത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം, അതിനകത്തേക്ക് സുവിശേഷത്തെ നിറച്ചു വെക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്തുകൊണ്ടാണ്? പുതിയ വീഞ്ഞിൻ്റെ അനുഭവം എന്താണ്? വീഞ്ഞ് വരുമ്പോൾ അത് പാകമാകുന്ന സമയത്ത് ഈ പഴയ തുരുത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹാർഡായിരിക്കും, കട്ടിയുള്ളതായിരിക്കും. പുതിയ വീഞ്ഞ് അതിനകത്ത് ഒഴിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ഈ പുതിയ വീഞ്ഞിൻ്റെ അനുഭവത്തെ താങ്ങാൻ കഴിയാതെ കട്ടിയുള്ളതായ ഈ വലിയ ശാഠ്യങ്ങൾ എന്ത് ചെയ്യും? പൊട്ടിപ്പോയി അത് 2 നശിക്കാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പഴയ തുരുത്തിയാണ് എൻ്റെയും നിൻ്റെയും ജീവിതമെങ്കിൽ അതിലേക്ക് സുവിശേഷത്തെ സ്ഥാപിക്കാനല്ല, നിൻ്റെ പല ശാഠ്യങ്ങളെയും പല കട്ടിയുള്ള കാര്യങ്ങളെയും മാറ്റിയിട്ട് വേണം ഈ സുവിശേഷത്തെ ജീവിതത്തിൽ സ്വീകരിക്കാൻ. അപ്പോഴാണ് നിനക്കൊരു പുതുക്കം ഉണ്ടാകുന്നത്. അല്ലേ? ഇത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ രണ്ടാമതായി പറയാൻ ശ്രമിക്കുന്നത്, എനിക്കൊരു മാറ്റം ആവശ്യമാണെന്നുള്ള ബോധ്യമാണ്. ഓരോ വിശുദ്ധ കുർബാനയും അതിനുള്ള അവസരമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ഒരുക്കുന്നത്. അല്ലേ? ഇവിടെ നടക്കുന്നതായ ഒരു ആരാധന, ഇവിടെ നടക്കുന്ന കുർബാന എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിൻ്റെ റിക്രിയേഷനാണ്, അതിൻ്റെ ആവിഷ്കാരമാണ്. എന്നോട് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതാണ്, അതെ, നിനക്കൊരു സാധ്യതയുണ്ട് കേട്ടോ, നിനക്കൊന്ന് മാറാൻ, നിനക്കൊന്ന് രൂപാന്തരപ്പെടാൻ നിനക്കൊരവസരമുണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ട് രണ്ടാമതായി പറയുന്നത്, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ഇൻസൈറ്റ് ലഭിക്കുന്ന അനുഭവമാണ്. അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ നവീകരണമെന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ശബ്ദം സ്വീകരിക്കുന്ന അനുഭവമാണ്. 2, മാറ്റത്തിൻ്റെ ആവശ്യകത തിരിച്ചറിയുന്ന അനുഭവമാണ് ഈ നവീകരണം എന്ന് പറയുന്നത്. 3, നവീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് രൂപപ്പെടുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ്. അല്ലേ? വിശുദ്ധ കുർബാനയോടൊപ്പം നാം നടക്കുന്ന സഭയുടെ പാരമ്പര്യം അനുസരിച്ച് നടക്കുന്ന കൂദാശ ഏതാണ്? കുമ്പസാരം. അല്ലേ? കുമ്പസാരം അതിനുള്ള വേദിയാണ്. ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കുകയാണ്. ദൈവമേ, ഇതുവരെ ഞാൻ ജീവിച്ച പോലല്ല ഇനി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്കൊരു മാറ്റം വേണമെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് മാറ്റം തരാൻ ആർക്കേ സാധിക്കത്തുള്ളൂ? ഈ ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതാണ് നാം
2 രാജാക്കന്മാർ 23 കാണുന്ന യോശുവാവിൻ്റെ സംഭവത്തിൽ കാണുന്നത്. അവർ ദൈവവചനം വായിച്ചപ്പോൾ, ന്യായപ്രമാണം വായിച്ചപ്പോൾ അവർക്ക് വലിയ കുറ്റബോധം തോന്നുകയാണ്. രണ്ടാമതായി അവർ തന്നെ തീരുമാനിക്കുന്നു. 23-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, യോശുവാവ് ഒരു നിയമം ചെയ്തു. ആണോ? 3-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ്. ഇന്ന് വായിച്ചപ്പോൾ നിങ്ങൾ കേട്ട് കാണും. യോശുവാവ് ഒരു നിയമം ചെയ്യുകയാണ്. ഇനിയും ഞങ്ങൾ ഈ യഹോവയെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കയില്ല. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പലതിനെയും ഞങ്ങൾ നീക്കിക്കളയും എന്ന് യോശുവാവ് ഒരു നിയമം എന്ന വാക്കിന് വേണമെങ്കിൽ ഉടമ്പടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഒരു കവനൻറ്റ് ചെയ്യുകയാണ്, ഒരു ഉടമ്പടി ചെയ്യുകയാണ്. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ കാണാം 21-ാമത്തെ വാക്യം. മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 6 വാക്യങ്ങളാണിന്ന് 1-ാം പാഠമായി വായിച്ച്. 21-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ 23-ൻ്റെ 21 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ പറയുകയാണ്, ഇനി മുതൽ ഞങ്ങൾ പെസഹ ആചരിക്കും എന്ന് യോശുവാവ് കൽപ്പിച്ചു. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരെയാണ് കാണുന്നത്. അതുകൊണ്ട് നവീകരണം എന്ന് പറയുന്നത് ദൈവവചനത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ തിരിച്ചറിയുകയും ഒരു മാറ്റം ആവശ്യമാണെന്ന് ദൈവസന്നിധിയിൽ നാം തീരുമാനിക്കുകയും അതിനായി ദൈവമുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. ഇന്ന് ദൈവത്തിൻ്റെ മുൻപാകെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ദൈവമേ, ഞാൻ മാറ്റേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ നിന്നോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? അല്ലേ? നമ്മളൊന്ന് ചോദിച്ചു നോക്കുമ്പോൾ അറിയാം. എപ്പോഴും ചിന്തിക്കേണ്ടത് അങ്ങനെ. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളോർക്കും ഞാനാണ് ഏറ്റവും പെർഫെക്റ്റ്. നമ്മൾ തുലനം ചെയ്യുന്ന ആരോടാണ്? നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആളിനോടാണ്, അല്ലേ? ഇപ്പോൾ ഞാൻ ഒരു വെള്ള കുപ്പായിട്ടോണ്ട് നിൽക്കുന്നു. ഞാൻ വിചാരിക്കും ഏറ്റവും നല്ല വെള്ള കളർ ആരുടെയാണ്? ഞാനിട്ടിരിക്കുന്ന കുപ്പായത്തിനാണെന്നല്ലേ. എന്നാൽ ഇവിടെ 2-3 പേരൊക്കെ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പറയും, അച്ഛൻ്റെ കുപ്പായത്തെക്കാളും വെളുപ്പാർക്കാണെന്ന് അവരുടെ ഷർട്ടിനാണ്, അല്ലേ? ഞാൻ ഗീവർഗീസ് തോമസിന് ഇവിടെ വരുമ്പോൾ അച്ഛൻ്റെ കുപ്പായത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ അച്ഛൻ്റെ ഐസക്കച്ഛൻ്റെ കുപ്പായത്തെക്കാളും ഇത്ര നല്ല വെണ്മയാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? നമ്മൾ മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണല്ലേ, ഞാനും നിങ്ങളും ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മുടെ കുറവുകൾ എന്താണ് എന്നുള്ളത്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഇത് നാം വിശുദ്ധ കുർബാനയ്ക്കായിട്ടൊക്കെ ഒരുങ്ങുകയാണ്. നവീകരിക്കപ്പെടുക എന്നത് ദൈവം നമ്മിൽ ആഗ്രഹിക്കുകയാണ്. ദൈവം എന്നിലും നിങ്ങളിലൊക്കെ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആർക്കും പൂർണ്ണരായി തീരാൻ സാധ്യമല്ല, അല്ലേ? പെർഫെക്റ്റായി തീരാൻ നമുക്കാർക്കും കഴിയില്ല. ഈ ലോകത്ത് ജീവിച്ച ഒരു വ്യക്തി മാത്രമേ പൂർണ്ണതയുള്ള പെർഫെക്റ്റായിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. അത് ജീവിക്കുന്ന ദൈവമായ ക്രിസ്തുവാണ്, അല്ലേ? ആ ക്രിസ്തുവാണ് ഇന്ന് നമ്മളെ ക്ഷണിക്കുന്നത്. വരിക, ഞാൻ നിന്നെ വിളിക്കുകയാണ്, വരിക. ആ വിളി കേൾക്കാൻ നമുക്ക് സാധിക്കുമോ? പുതുക്കപ്പെടാൻ നമുക്ക് സാധിക്കുമോ? ദൈവവചനം നിന്നോടും എന്നോടും സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ ആത്മാവ് എന്നോടും നിന്നോടും പ്രതിപാദിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നു, നിനക്ക് മാറാൻ ഒരവസരമുണ്ട്, നിനക്കൊന്ന് ചേഞ്ച് ആകാൻ, റിഫോം ചെയ്യാൻ, നിനക്കൊന്ന് പുതുതായിത്തീരാൻ ഒരവസരമുണ്ട്. ഇന്നിതാ ഈ മേശ നിങ്ങളുടെ മുൻപാകെ ക്രിസ്തു തുറന്നു വച്ചിരിക്കുന്നു. നീ അത് സ്വീകരിക്കുമോ? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നിയോഗിക്കപ്പെട്ട വ്യക്തിക്ക് ഈ സമയം പ്രാർത്ഥിക്കാവുന്നതാണ്.